ഒരു കൂട്ടം കൗൺസിലേഴ്സ്, വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടം കൗൺസിലേഴ്സ് ഒരുമിച്ച് ചേർത്തെടുത്ത ഒരു ഡിസിഷൻ, അത്രയേ ഉള്ളൂ. പാലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പാർട്ടിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മേജർ മെജോറിറ്റി ഇല്ലാത്ത പക്ഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം. പാലായുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെ, ഈ ഒരു കണ്ടീഷനിൽ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. എല്ലാവരും സഹകരിച്ച് തന്നെ പാലയെ അതിൻ്റെ ഒരു പഴയ പ്രൗഢിയിലോട്ട് തന്നെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. മാറി നിന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും മാനസികമായിട്ട് നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെക്കുറിച്ച് അവർക്കല്ലേ അറിയുള്ളൂ. അല്ല, അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളല്ലല്ലോ. ടേമിന്റെ കാര്യമൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പൊ തൽക്കാലം ഞാൻ എലക്റ്റഡ് ആയി എന്നുള്ളതിനപ്പുറം വേറൊന്നും ആയില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അന്ന് കോൺഗ്രസിന് മുമ്പിൽ ഒരു ചെയർപേഴ്സൺ സ്ഥാനത്തിന്റെ അർഹത പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് അർഹപ്പെട്ട സ്ഥാനത്തെന്നതാണ്. അല്ല, അർഹത എന്ന് പറഞ്ഞാൽ അന്ന് 13 ആയപ്പം ഞാനായിരുന്നു ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ. അതുകൊണ്ട് അങ്ങനെ ഒരു അർഹത ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. തുടർന്ന് ഞാൻ പറഞ്ഞുവല്ലോ, എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി തന്നെ പോകണം എന്നാണ് ആഗ്രഹം. ഒരു കാര്യം താങ്കളോട് ചോദിച്ചോട്ടെ, ഇത് പ്രത്യേകിച്ചും താങ്കളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു വിഷയമാണ്. ഇപ്പോൾ അത് ഒരു ഭരണമാറ്റത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ സത്യത്തിനും നീതിക്കും ഇവിടെ വിജയമുണ്ടായി. ആ വിജയമാണ് ഇവിടെ കാണുന്നത്. അത് മാത്രമേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. കോൺഗ്രസ് സ്വീകരിച്ച് പൂക്കൾ നൽകി മായ രാഹുൽ ചെയർപേഴ്സണായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മായ രാഹുൽ ചെയർപേഴ്സണായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അവിശ്വാസ പ്രമേയത്തിന്റെ കാഴ്ചപ്പാടുകൾ കണ്ടതാണ്. അതിൽ പ്രതികരണമാണ് വന്നത്. ഈ ആളുകൾക്കെതിരെ ഇനി പെരുമാറ്റ നിരോധന പ്രകാരം കോടതി സമീപിക്കുക അടക്കമുള്ള കാര്യങ്ങൾ DCC വ്യക്തമാക്കിയതാണ്. അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള രാഷ്ട്രീയം അങ്ങനെയായിരിക്കും. ഇപ്പോൾ ആ തരത്തിലാണ് നിൽക്കും. 16 വോട്ടാണ് LDF നേടാനായത്. പാലാ നഗരസഭയുടെ പുതിയ അധ്യക്ഷയായി ഇപ്പോൾ മായ രാഹുലിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പാലാ നഗരസഭയിൽ നിന്നും തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പാലാ നഗരസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മായ രാഹുലിനെ പുതിയ നഗരസഭാ അധ്യക്ഷയായി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ ഉണ്ടായിരുന്ന പുതിയ പുലിക്കണ്ടത്തിന് ആയിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അതിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലാണ് പുതിയ നഗരസഭാ അധ്യക്ഷയായ മായ രാഹുൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 4 വിമതരുടെ പിന്തുണയോടുകൂടിയാണ് മായ രാഹുൽ ഈ ഒരു അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പാലാ നഗരസഭയിൽ വീണ്ടും LDF അധികാരത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പാലാ നഗരസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുൽ LDF പിന്തുണയോടെയാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. എന്തായാലും കോൺഗ്രസിലെ 3 വിമതരുടെ പിന്തുണയും മായ രാഹുലിനാണ് ലഭിച്ചിരുന്നത്. കോൺഗ്രസിലെ റിയ ചീരൻകുഴിയാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. പക്ഷേ അതിനു മുമ്പായി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും.
പാലാ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട മായ രാഹുൽ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. എവിടെയാണ് എന്തോ പേര് കൂടി എഴുതി. അവിടെ വെച്ചത് അതെ, പുതിയൊരു തുടക്കം തന്നെയാണ്. കുറച്ച് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് പാലയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉന്നതിയോടുകൂടിയും നല്ല രീതിയിലും പാലായുടെ പഴയ പ്രൗഢി ഒന്നും കൂടെ പുനർജീവിച്ച് എടുക്കണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം ഒരുപോലെ ചിന്തിക്കുന്ന കൗൺസിലർമാരുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. ലിസിക്കുട്ടി മാത്യുയുടെ കാര്യം അവരോട് തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. പക്ഷേ മാനസികമായിട്ടും ചേച്ചി എന്നും ഞങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കാലഘട്ടം എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പം തൽക്കാലം ഞാനാണ്. അതിന് അപ്പുറമുള്ള തീരുമാനങ്ങൾ ഇനി വരുന്നത് പ്രകാരം.
ഈ ബഹിഷ്കരണം നഗരവികസന സമിതി എന്ന അല്ല, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതും ഇപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്ക് പാലാ നഗരസഭയിലെ മെജോറിറ്റി ആയിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനാണ് ഞങ്ങൾ നഗരവികസന സമിതി എന്ന് തന്നെ ഈ ഒരു കൂട്ടായ്മയെ പേരിട്ട് വിളിക്കുന്നത്. അല്ല, ഞാൻ എനിക്കെതിരെ നിയമ നടപടിയോ ഈ പ്രീ പോളും പോസ്റ്റ് പോളും ആയിട്ടുള്ള ഓരോ എഗ്രിമെൻസിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അതെനിക്ക് തോന്നുന്ന ഒരുപക്ഷെ ഹൈക്കോർട്ട് തന്നെ പരാമർശിച്ചിരിക്കുന്ന ഒരുപാട് നിലപാടുകളുണ്ട്. അതിനെക്കുറിച്ച് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ വിമതയായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് UDFന്റെ വൈസ് ചെയർമാൻ ആയത്? അതെ, അത് നമ്മൾക്ക് ഒരു വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് മുനിസിപ്പാലിറ്റിയിൽ റൂൾസ് അനുസരിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ നോ കോൺഫിഡൻസ് മോഷന്റെ വെയിറ്റേജ് അഥവാ അതിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തേലും കാരണത്താലായിരിക്കുമല്ലോ. അതേ കാരണത്താൽ തന്നെയാണ് അത് ഇവിടെ നടപ്പായതും. പ്രതികാര നടപടിയാണ് നിങ്ങൾക്കെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൗൺസിലർമാർക്കെതിരെ? കാരണം അങ്ങനെ ഒരു നീക്കം നടത്തേണ്ട ആവശ്യമില്ല. അല്ല, ഇപ്പൊ പ്രതികാരം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കിത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. അത്രയേ ഉള്ളൂ, അത്രയും തന്നെ ഉള്ളൂ. മികച്ച ഭരണം ഇനി ഉണ്ടാവും, സുസ്ഥിര ഭരണം കാഴ്ചവെക്കണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി UDFനൊപ്പം ആയിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നത് അവിടെ വലിയ രീതിയിൽ വിവേചനം നേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നഗരസഭാധ്യക്ഷയാവുമ്പോൾ ഈ വിവേചനത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും? ഡെഫിനറ്റ് ആയിട്ടും അത് തന്നെയാണ് എൻ്റെയും ഉദ്ദേശം. ഇങ്ങനെയൊരു വിവേചനം ഒരു കാരണവശാലും ഞങ്ങൾ ഒരു ഒറ്റക്കെട്ടായിട്ട്, അതായത് കൗൺസിലർമാരോട് കൂടി തന്നെ ഓരോരുത്തരും പാലക്കാർ ഓരോരുത്തരും തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെയുള്ള ഓരോ വിഭാഗം ആൾക്കാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി ഈ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഈ ഒരു കാലഘട്ടം തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. പാർട്ടിയുടെ സാങ്കേതിക നടപടിക്രമം പ്രകാരമൊക്കെ നിങ്ങൾ പാർട്ടിക്ക് പുറത്താണ്, പക്ഷേ അടിസ്ഥാനപരമായി നിങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? മാനസികമായിട്ട് മറ്റൊരു പാർട്ടി എനിക്കില്ല. ഡെഫിനറ്റ് ആയിട്ട് കോൺഗ്രസ് നടപടികളൊക്കെ പിൻവലിച്ചു, കോൺഗ്രസിലേക്ക് എന്നുള്ളൊരു സൂചനയൊക്കെ കേട്ടായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും പ്രശ്നമായോ? അല്ല, ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് കൗൺസിലറായിട്ട് തന്നെയാണ് മത്സരിച്ചത്, ജയിച്ചത്. ഞാനിവിടെ കയറി ഇവിടെ എഴുതി കൊടുത്തതും ഇൻഡിപെൻഡൻറ്റ് കൗൺസിലറായിട്ട് തന്നെയാണ്. കഴിഞ്ഞ തവണ ഞാനൊരു കോൺഗ്രസ് കൗൺസിലറായിരുന്നു. എൻ്റെ സ്ഥാനം ഞാൻ രാജിവെച്ചിട്ടാണ് രണ്ടാമത് റീഇലക്ഷൻ നേരിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്കെതിരെ ഒരിക്കലും ഒരു നടപടി ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ.